വെൽക്കം ബാക്ക്. നമുക്ക് നാളത്തെ അനാലിസിസ് ചെക്ക് ചെയ്യുന്നതിന് മുൻപ് ഇന്നത്തെ ലെവൽസ് എങ്ങനെ മാർക്കറ്റിൽ വർക്ക് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം ഇന്ന് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആയിരുന്നു. എക്സ്പയറി ചെയ്തിട്ട് ഒരു വലിയ മൂവ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് മാർക്കറ്റിൽ. വളരെ കുറച്ച് രാവിലത്തെ ചെറിയ കുറച്ച് സംഭവങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്ഷൻ ബയ്യേഴ്സിന് പറ്റിയിരുന്നൊരു ഒരു ഒരു രീതിയായിരുന്നില്ല ഇന്നത്തെ സംഭവങ്ങൾ. ഓപ്ഷൻ സെല്ലേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനെ ഈ ഒരു ഏരിയ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ട് ഒരു ഓപ്ഷൻ ബയ്യേഴ്സിന് അധികം പോയിൻറ്റ്സ് ക്യാപ്ചറായി. ഈ ഒരു ക്യാൻഡിലിനകത്ത് ഉണ്ടായിരുന്ന സ്കാൾപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ക്യാൻഡിലിനകത്ത് കിട്ടുന്ന കുറച്ച് സംഭവങ്ങളല്ലാതെ വേറെ ഒന്നും കാര്യമായിട്ടുണ്ടാകും. കാരണം ഇത്രയും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ന് നല്ല മെൽറ്റിംഗ് ഉണ്ടാകുന്നതുകൊണ്ട് അധികം പോയിൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാനോ കാര്യങ്ങളൊന്നും കഴിയായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രേഡിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ ന്യൂട്രൽ ഓപ്പണിംഗ് എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനകത്ത് ചെറിയ രീതിയിൽ ചെറിയ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടായത്. ഗ്യാപ്പ് ഡൗൺ ലെവൽ വന്നിരിക്കുന്ന പോയിൻ്റ് നമുക്ക് കാണാം. നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിരുന്നത് 48,101 എന്നുള്ള ലെവലിൽ എക്സാക്റ്റ്ലി അവിടെ നിന്നാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് കുറച്ചൊന്ന് മുകളിലേക്ക് പോയി വീണ്ടും നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ഒരു ഏരിയ തന്നെയായിരുന്നു. ആദ്യത്തെ ഒരു 3/4 മണിക്കൂറോളം മാർക്കറ്റ് കിടന്നിരുന്ന അവിടെ തന്നെയായിരുന്നു. ശേഷം ഒരു കുറച്ച് ചെറിയ രീതിയിൽ അതിനകത്ത് താഴേക്ക് പോയി നമ്മളൊരു 1 മിനിറ്റ് ക്യാൻഡിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. അതിനകത്തുനിന്ന് നമുക്ക് അതൊരു ബ്രേക്ക് ഡൗൺ ആവുകയും അതിന് ശേഷം ഒരു ചെറിയ രീതിയിലുള്ള സംഗതി മാത്രമേ നമുക്ക് അവിടുന്ന് ഈ ഒരു ഏരിയ നമ്മൾ മാർക്ക് ചെയ്യുന്ന സംഗതിയാണ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിൻറ്റിനകത്ത് വന്നിരുന്ന കുറച്ച് സംഭവങ്ങൾ ലെവൽ എക്സാക്റ്റ്ലി അതിനകത്ത് നിന്നാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിൽ കുറച്ച് ക്യാപ്ചർ ചെയ്യായിരുന്നു. ആ ഒരു രീതിയിലുള്ള സംഭവങ്ങൾ മാത്രമേ ഇന്നത്തെ മാർക്കറ്റിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു പോയിൻറ്റ്സും കാര്യങ്ങളായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഏകദേശം സൈഡ് വൈസ് മാർക്കറ്റ് പോലെ കുറച്ച് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അതിനകത്ത് നിന്ന് കാര്യമായിട്ട് ഒരു സംഭവം കിട്ടുന്ന രീതിയിൽ അപ്രോക്സിമേറ്റ്ലി 326 പോയിൻറ്റ് വരെ അതിന് ശേഷം ആ ഡൗൺ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു 326 പോയിൻറ്റ് വരെ മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ ബയ്യേഴ്സിന് കാര്യമായിട്ടൊന്നും അനുകൂലമാവുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നില്ല. ചെറിയ പോയിൻറ്റുകൾ ക്യാപ്ചർ, കാരണം ഇവിടുന്ന് ഹോൾഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ വെച്ച് വളരെ സ്കാൾപ്പ് ചെയ്യുന്ന രീതിയിൽ 25 പോയിൻ്റൊക്കെ കിട്ടുന്ന രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു സംഗതി മാത്രമേ ഇന്നത്തെ മാർക്കറ്റിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അധികം പോയിൻറ്റോ കാര്യങ്ങളോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു മാർക്കറ്റ് ആയിരുന്നില്ല. ഓക്കെ, എക്സാക്റ്റ്ലി നമുക്ക് ഈ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും നമ്മൾ മാർക്ക് ചെയ്ത ലെവലിലൊക്കെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തൊരു ഏരിയയാണ്. ഇവിടെ സപ്പോർട്ട് എടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് നേരം ആ ഒരു ലെവലിൽ തന്നെയായിരുന്നു. ശേഷം വീണ്ടും താഴേക്ക് പോകുന്ന പോക്കിൽ ഇവിടെ സപ്പോർട്ട് ചെയ്തു. പിന്നെ മാർക്കറ്റ് ക്ലോസ് ആവുന്നതിൻ്റെ ആ സംഭവം ഇവിടെ 2 തവണ ഇവിടെയും സപ്പോർട്ട് എടുത്തു. റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് നമ്മൾ മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. സോ ഇന്നത്തെ നമ്മൾ എക്സാക്റ്റ്ലി നമ്മൾ മാർക്ക് ചെയ്ത ഏരിയയിൽ ഉണ്ടായിരുന്നു. എന്നാലും ഒരു ബയ്യേഴ്സിന് പറ്റിയിരുന്ന രീതിയിൽ സെല്ലേഴ്സിന് ഉണ്ടായിരുന്ന മാർക്കറ്റായിരുന്നു. സ്വാഭാവികമായിട്ട് എക്സ്പയറി ഡേയ്സിനകത്ത് ആ രീതിയിൽ തന്നെയാണ് ഉണ്ടാവാറ്. സാധാരണ രീതിയിൽ ഓപ്ഷൻ സെല്ലേഴ്സിന് മീൻസ് ഒരു ഹീറോ സീറോ ആ രീതിയിൽ ലാസ്റ്റിലേക്ക് കുറച്ച് മൂവ്മെൻറ്റ് ഉണ്ടാവുമെങ്കിലും ഒരു മോർണിംഗ് സെക്ഷനിൽ കുറച്ചൊരു മൂവ്മെൻറ്റ് കിട്ടി. പിന്നീട് ഒരു ആഫ്റ്റർനൂൺ 2 മണി 2:30 വരെ സൈഡ് വൈസ് പോകുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ തന്നെയാണ് സാധാരണ രീതിയിൽ കാണാറ്. ആ രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ബയ്യേഴ്സിന് പറ്റുന്ന രീതിയിലില്ല. പക്ഷേ അതിന് ശേഷം വലിയൊരു മൂവ്മെൻറ്റോ കാര്യങ്ങളൊന്നും ബാങ്ക് നിഫ്റ്റിക്കകത്ത് ഉണ്ടായിരുന്നില്ല. നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിലും ആ ഒരു രീതിയിൽ തന്നെ വലിയൊരു കാര്യമായിട്ടുള്ള ബാങ്ക് നിഫ്റ്റി ആ രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെന്ന കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിരുന്ന ലെവലുണ്ടായിരുന്നു. ഏകദേശം ബാങ്ക് നിഫ്റ്റിക്കകത്ത് പറഞ്ഞിരുന്ന പോലെ തന്നെ ഏകദേശം ആ ഒരു ലെവലിൽ തന്നെയായിരുന്നു കുറേ നേരം ഒരു അരമണിക്കൂർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത ആ ലെവലിലായിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത്. ശേഷം ഒരു ചെറിയ കുറച്ച് മൂവ്മെൻറ്റ് ഉണ്ടായി. വീണ്ടും അതിനകത്ത് താഴേക്ക് വന്നു, അവിടെ സപ്പോർട്ട് എടുത്തു. ശേഷം ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റിയേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. ഇവിടെ കുറച്ചെങ്കിലും പോയിന്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. പിന്നെ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ കഴിഞ്ഞ ഒരു ഡൗൺ ട്രെൻഡ് എന്നുള്ള രീതിയിൽ ഒരു ഷോർട്ട് കവറിങ് വന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ഒരു ട്രെൻഡ് ലൈനായിരുന്നു. ഈ ട്രെൻഡ് ലൈൻ എക്സാക്റ്റ്ലി കഴിഞ്ഞ് ഇന്നിവിടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇന്നത്തെ മാർക്കറ്റിനകത്ത് ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് എടുത്ത് നമുക്കൊരു എൻട്രി പോയിൻ്റ് കിട്ടുമായിരുന്നു. സ്കാൾപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സംഭവമായിരുന്നു. ഇവിടെ എക്സാക്റ്റ്ലി നമുക്കൊരു എൻട്രി കിട്ടിയായിരുന്നു. മാർക്കറ്റ് ഇതിന് ഈ ട്രെൻഡ് ലൈൻ കയറിയ ശേഷം ഒരു സപ്പോർട്ട് എടുത്തു. വീണ്ടും അതിന് ശേഷം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സാക്റ്റ്ലി ഇവിടുന്ന് ഒരു എൻട്രി എടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഒരു സ്കാൾപ്പിംഗ് എന്ന രീതി 62 25 to 30 പോയിൻറ്റ് നിഫ്റ്റിക്കകത്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലൊരു എൻട്രി ചാൻസ് ഇവിടെ ഉണ്ടായിരുന്നു. നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അതിന് ശേഷം വീണ്ടും ഇവിടെ കാണാം. വീണ്ടും അതേ ട്രെൻഡ് ലൈനകത്ത് നിന്ന് സപ്പോർട്ട് എടുക്കുന്നു, ശേഷം കയറുന്നു, വീണ്ടും സപ്പോർട്ട് എടുക്കുന്നു, കയറുന്നു എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അതല്ലാതെ നമ്മളിവിടെ മാർക്ക് ചെയ്തിരുന്ന 22,332 ഒരു ലെവലുണ്ട്. ആ ലെവലിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇതിനിടയിൽ ഇവിടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിരിക്കുന്ന നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഓക്കെ, ആ രീതിയിലായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള മാർക്കറ്റ് സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നിഫ്റ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഫോളോ ചെയ്ത് വന്നിരുന്ന ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയിട്ടുണ്ട്. നാളത്തെ മാർക്കറ്റിനകത്ത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കുറച്ച് ഒന്നുകിൽ ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് വന്നതിന് ശേഷം ഈ ഒരു ലെവൽസ് കുറച്ച് മുകളിലേക്ക് കയറും എന്നുള്ളതാണ് ഷോർട്ട് കവറിംഗ് ആയിട്ട് ഇപ്പം വന്നിരിക്കുന്ന ഈ സംഭവങ്ങൾ. കുറച്ച് വന്നിരിക്കുന്ന ബയ്യേഴ്സിൻ്റെ എല്ലാം
ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന രീതിയിലൊരു ലെവൽസ് വരുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡ്രോ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട് ഇവിടെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരു സപ്പോർട്ടായിട്ട് വന്നിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതിനകത്ത് റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത് പല സമയത്തും റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത് നമുക്കിവിടെ കാണാവുന്നതാണ്. നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് റെസിസ്റ്റൻസ് വന്നിരിക്കുന്നത് കാണാം. നാളത്തെ ഒരു ഓപ്പണിങ്ങിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സംഭവം ഇതിനകത്തൊരു ന്യൂട്രൽ ഓപ്പണിങ്ങോ കാര്യങ്ങളോ വന്നതിന് ശേഷം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറുകയാണെങ്കിൽ നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. ഇവിടുന്ന് കുറച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സംഭവം ഇവിടുന്ന് കുറച്ച് നേരം കൺസോൾട്ടേഷനോ കാര്യങ്ങളോ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് കയറുകയാണെങ്കിൽ പേഴ്സണലി ഈ ലെവലിന് മുകളിൽ കയറിയ ശേഷം റീടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു കോൾ ഓപ്ഷൻ കാണാവുന്നതാണ്. 22 തൊട്ട് താഴെ തന്നെ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ഇവിടെയൊക്കെ റെസിസ്റ്റൻസ് ഈ രണ്ട് ഭാഗങ്ങളും റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്ന ഒരു ഏരിയയാണ്. നമുക്കത് നല്ലൊരു സപ്പോർട്ടായിട്ട് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് പരിഗണിക്കാവുന്ന ഒരു ഏരിയ ഇവിടെ ഉണ്ട്. തൊട്ട് താഴെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. നമുക്കിതിനകത്ത് ഈ ഒരു സംഭവം ഇതിനകത്ത് കയറിയതിന് ശേഷം നമ്മളിവിടെ ഡ്രോ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ ഒരു ഏരിയക്കകത്ത് മുകളിലേക്ക് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന, അതും അതിന് തൊട്ട് താഴെയുള്ള ഒരു എൻട്രിയും ഈ ഒരു എൻട്രി നമുക്ക് ഒരു കോൾ ഓപ്ഷന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതൊരു നോ ട്രേഡ് സോണായിട്ടാണ് ഞാൻ കരുതുന്നത്. രാവിലത്തെ സംഭവങ്ങൾ ഓപ്ഷൻ ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് എങ്ങനെയാണോ സംഭവം അതിനനുസരിച്ച് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഇന്നത്തെ രാവിലത്തെ രീതിയിലൊക്കെയാണ് ഏകദേശം ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നിഫ്റ്റിയുടെ കേസാണെങ്കിലും നമ്മൾ ഓപ്ഷൻ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു എൻട്രിക്കായിരുന്നു കൂടുതൽ സാധ്യത. അതായത് നല്ല ഡൗൺ ആയിട്ട് വരുന്ന രീതിയിൽ ഇരട്ടിയിലധികം കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷനേക്കാൾ കൂടുതൽ കോൾ റേറ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ നല്ലൊരു ഡൗൺ സൈഡ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇത് നല്ലൊരു ലെവലായിട്ട് സപ്പോർട്ട് എടുത്ത് നിന്നിട്ടുണ്ട്. അത്രയും കോൾ റേറ്റേഴ്സ് ഉണ്ടായിരുന്നിട്ട് പോലും നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഏരിയ 22,202 ഈ ഒരു ഏരിയ നല്ല സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ സപ്പോർട്ടായി വർക്ക് ചെയ്യുന്ന രീതിയിൽ മാത്രമല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഫോളോ ചെയ്ത് വരുന്ന ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തിട്ട് അതിനകത്ത് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറുന്ന രീതിയിലൊരു സംഭവമാണ് കണ്ടിരിക്കുന്നത്. നമ്മളൊരു 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലെടുത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലെടുത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ലെവൽസൊക്കെ സപ്പോർട്ട് പല തവണ റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് വന്നിരിക്കുന്ന സാധനം ഇന്നിവിടെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് എടുത്തതിന് ശേഷം മുകളിലേക്ക് കയറിയതിന് ശേഷം വീണ്ടും താഴെ വന്നൊരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറിയിരിക്കുന്നത് കാണാവുന്നതാണ്. സോ ഞാൻ പേഴ്സണലി എക്സ്പെക്റ്റ് ചെയ്യുന്നത് നാളെ നല്ലൊരു ഷോർട്ട് കവറിങ് ഉണ്ടായിരിക്കുന്നത്, അത്യാവശ്യം മുകളിലേക്ക് നല്ലൊരു എൻട്രി ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് കവർ ചെയ്യുന്നത്. ഈ ഏരിയയ്ക്ക് മുകളിൽ ഒരു ചെറിയൊരു ഗ്യാപ്പോ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് വന്നതിന് ശേഷം ഇതിന് മുകളിൽ കയറിയതിന് ശേഷം മുകളിലേക്ക് കയറും എന്നുള്ള രീതിയിൽ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ആണെങ്കിലും ബാങ്ക് നിഫ്റ്റിയുടെ കേസിനകത്തും ഇതേ രീതിയിൽ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കേസിലാണെങ്കിലും നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഡൗൺ ട്രെൻഡ് വന്നിരുന്ന സമയം പല തവണ ടച്ച് ചെയ്തിരിക്കുന്ന ട്രെൻഡ് ലൈൻ ഉണ്ട്. ആ ട്രെൻഡ് ലൈൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈംസ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളോട് ഏകദേശം ഇത്രയും ദിവസം നമ്മൾ ഡൗൺ ട്രെൻഡാണ് സ്റ്റാർട്ട് ചെയ്തത് 49 ഏറ്റവും ഒരു മാർക്കറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത്, ആ ഒരു സമയത്ത് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത ആ സമയം മുതൽ ഒരു ട്രെൻഡ് ലൈനിലൂടെയാണ് മാർക്കറ്റ് താഴേക്ക് പോകുന്നിരുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെയാണ് ഇന്നും നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുക. നല്ല സ്ട്രോങ് ബേസിനകത്താണ് മാർക്കറ്റ് ഉള്ളതെന്ന് തന്നെയാണ് കരുതുന്നത്. തൊട്ട് താഴെയുള്ള ഒരു ലെവൽ പല തവണ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഒരു ലെവലാണ്. അത് സ്ട്രോങ് ബേസ് ആയിട്ട് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ഇൻട്രസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇരട്ടിയിലധികം കോൾ റേറ്റേഴ്സ് പുട്ട് റേറ്റേഴ്സിൻ്റെ ഇരട്ടിയിലധികം ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു ലെവൽ നല്ല സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ നാളത്തേക്ക് നിഫ്റ്റിക്കകത്ത് പറയുന്ന പോലെ സ്ട്രോങ് കവറിങ് ഷോർട്ട് കവറിങ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ താഴേക്ക് വീണിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനകത്ത് ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ നമുക്കത് രീതിയിൽ ഒന്നുകിൽ ന്യൂട്രൽ ഓപ്പണിംഗ് ആണ് വരുന്നത് കുറച്ച് നേരം മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നതിന് ശേഷം ഇതിന് മുകളിലേക്ക് കയറി ഒരു റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു കോൾ ഓപ്ഷൻ എൻട്രി എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്.
അതെല്ലാം മാർക്കറ്റിനകത്ത് ഈ ഒരു സംഭവത്തിൽ താഴേക്ക് വരുന്ന സംഭവങ്ങൾ മാറ്റങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ രീതി തന്നെ ഇതിന് താഴെയാണ് ഒരു ഓപ്പണിംഗ് വരുന്നത്, അല്ലെങ്കിൽ ഇതിന് താഴത്തേക്ക് ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കഴിഞ്ഞ ദിവസം വർക്ക് എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ 46,588 വരെ വരുന്ന രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ നാളത്തെ ഓപ്ഷൻ ചെയിനും കാര്യങ്ങളൊക്കെ നോക്കി പ്രൈസ് ആക്ഷൻ കാര്യങ്ങൾ നോക്കി പ്രൈസ് ആക്ഷൻ അനുസരിച്ച് നമുക്ക് ഏത് രീതിയിലാണോ മാർക്കറ്റ് വരുന്നത് അതനുസരിച്ച് ഓപ്ഷൻ ട്രേഡും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഈ രീതിയിലാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് മാർക്കറ്റ് ടൈമിനകത്ത് നോക്കാം.